വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. നസീറും ഭാര്യ ഹസീനയുമാണ് എന്റെ മുമ്പിലിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് വളരെ ഭംഗിയായിട്ട് ഉത്തരം പറഞ്ഞ് നസീർ 1000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണം സമ്മാനമായി നേടിക്കഴിഞ്ഞു. അപ്പോ ഇനി 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണമാണ് തരാൻ പോകുന്നത്. സാധാരണ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊന്നും ഹസീന അങ്ങനെ വരാറില്ല. ഇത് സ്വർണം കിട്ടുന്ന പറഞ്ഞപ്പോൾ ചാടി പോകുന്നത്. എന്തായാലും ഇതല്ലെങ്കിലും അല്ലാതെ നസീർ കൊണ്ടുവന്ന സ്വർണം മുഴുവൻ ഹസീനക്കല്ലേ ഉള്ളത്, വേറെ പെമ്മക്കളും ഇല്ല. പിന്നെ എന്തായാലും സ്വർണം മുഴുവൻ ഹസീനക്ക് എന്തായാലും ഉറപ്പായിരിക്കും അല്ലേ? അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പച്ചക്കുതിര, രണ്ടാമത്തെ ചോദ്യം. മാലിദ്വീപിന്റെ തലസ്ഥാനം. പച്ചക്കുതിര ഓപ്ഷൻസ്: എ മാലി, ബി പോർട്ട് ലൂയിസ്, സി കവരത്തി, ഡി ടിംപു. യുവർ ടൈം ബിഗിൻസ് നൗ. 30 സെക്കൻഡ് ഉണ്ട്. മാലിദ്വീപിന്റെ തലസ്ഥാനം. ഇത്രയും സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ സ്വന്തമാക്കാൻ പോകുന്ന ഹസീനയ്ക്ക് ചിലപ്പോ ഇതറിയാൻ സാധിക്കും. ഇനി 14 സെക്കൻഡുകളേ ഉള്ളൂ. എ മാലി. എ മാലി കൺഫേം ചെയ്യാം. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. എ മാലി. 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണം ഉള്ളൂ. അപ്പോൾ സ്വർണ്ണാഭരണം പറയുമ്പോൾ കുറച്ചുണ്ടാവുള്ളൂ 2000 രൂപയ്ക്കുള്ളത്, അല്ലെങ്കിൽ 2000 രൂപ. 2000 രൂപ വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷെ എന്നാലും 2000 രൂപയ്ക്ക് കുറച്ചും കൂടെ ഒരു വലിയ ചോദ്യം ചോദിക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. മാലിദ്വീപിന്റെ തലസ്ഥാനം മാലി അല്ലേ? കുറച്ചുകൂടെ വലിയ ചോദ്യം പ്രതീക്ഷിച്ചതല്ലേ? അതെ, ഇത് കുറച്ച് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഒരുമാതിരി എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മതി കേട്ടോ. മതിയല്ലേ? ആദ്യം വലുത് വേണം. ആദ്യം വലുത്. ശരി, പച്ചക്കുതിരയോട് പറയാം. അപ്പൊ പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? എ മാലി ശരിയായ ഉത്തരമാണ്. അങ്ങനെ 2000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ നസീർ, അത് എല്ലാ സമയത്തും നമുക്ക് അങ്ങനെ വിശ്വസിക്കാനൊക്കില്ല. ഇവിടെ ഇതിനു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ചില ചോദ്യങ്ങളുടെ ഉത്തരം എന്റെയും പരിമിതമായ അറിവ് വെച്ച് എനിക്കറിയാൻ സാധിക്കും. പല ചോദ്യങ്ങളുടെ ഉത്തരവും ശരിയായ ഉത്തരം ഏതാണെന്ന് പറഞ്ഞ് പച്ചക്കുതിര പോയിരിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പച്ചക്കുതിര, മൂന്നാമത്തെ ചോദ്യം. ശ്രീലങ്കയുടെ നാണയം. ഓപ്ഷൻസ് പ്ലീസ്. എ ഡോളർ, ബി റുപ്പി, സി ദിനാർ, ഡി റിയാൽ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറഞ്ഞു അറിയാമെങ്കിൽ എന്നോട് ശരി പറയൂ ഹസീന, ഏതാണ്? തെറ്റിച്ചിട്ട് അവസാനം ഉള്ള സ്വർണം കളയുന്നത്. പറഞ്ഞോളൂ. അല്ല, ഒരു അവസരം കിട്ടുന്ന പറഞ്ഞു. 16 സെക്കൻഡുകളേ ഉള്ളൂ. ബി റുപ്പി. ബി റുപ്പി ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഇതിലും എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. എനിക്ക് ശരിയായ ഉത്തരം എനിക്ക് സംശയമുണ്ട്. പക്ഷേ നസീറിന് ഉറപ്പുണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം ബാക്കി എല്ലായിടത്തും പോയി ചിലപ്പോൾ പണം വാങ്ങിയിട്ടുണ്ടാവും. ശ്രീലങ്കയിലും വാങ്ങിക്കാണും, ചിലപ്പോൾ ശ്രീലങ്കയിലും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ അവിടെയൊക്കെ പോയിട്ട് അവിടുത്തെ നാണയങ്ങൾ വാങ്ങിയിട്ടുള്ള ഒരാളോട് ഞാൻ ഓരോ സ്ഥലത്ത് നാണയം എവിടെയാണെന്ന് ചോദിക്കുന്ന എന്നെ വേണം കുറ്റം പറയാൻ. പോട്ടെ, സാരമില്ല. പച്ചക്കുതിര ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. ഇതിലൊക്കെ വലിയ ആലോചനയൊക്കെ നടത്തുമ്പോൾ എനിക്കറിയാം. അമേരിക്കൻ നാണയം ഡോളർ വാങ്ങിയത് അമേരിക്കൻ, മറ്റൊന്ന് നടന്ന് ഞാൻ ദിനാറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം കയ്യിലുണ്ടാവില്ല. വിദേശ നാണയങ്ങൾ മിക്കവാറും സൂക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. അപ്പൊ പച്ചക്കുതിരയോട് ചോദിക്കാം ഏതാണ് ശരിയായ ഉത്തരം. പച്ചക്കുതിരക്ക് തെറ്റിപ്പോയാൽ പോലും നസീറിന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ബി റുപ്പി ശരിയായ ഉത്തരമാണ്. മറ്റെന്ത് കാര്യത്തിലും നസീറിന് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായേക്കാം. പക്ഷേ പൈസയുടെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീലങ്കയിലെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആവാം. പക്ഷെ ശ്രീലങ്കയിലെ നാണയം ചോദിച്ചാൽ എന്തായാലും തെറ്റില്ല. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സൊക്കെ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും നേരമായി നസീർ വന്നിരുന്നിട്ട് ആകെ മമ്മൂക്കയുടെ ശബ്ദം മാത്രമാണ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്ത് കേൾപ്പിച്ചത്, അല്ലേ? സിദ്ദിഖ് ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത് ഞാനാണ്. അറിയില്ല. മിമിക്രിയിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഞാനാണ്. സിദ്ദിഖ് ഡയലോഗ് ഏതെന്നറിയില്ല, നമ്മുടെ ഗോഡ് ഫാദറിന്റെ അതെ. അതാണ് എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്ത് കേൾക്കുന്നത്. ഞാനിപ്പോ ഈ അടുത്ത കാലത്തൊക്കെ മിമിക്രി കാണിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിക്കും, എന്നെ ഒരാളൊന്നും ഇമിറ്റേറ്റ് ചെയ്തിരുന്നത്, എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഡയലോഗ് ചെയ്തിരുന്നു. രാവണപ്രഭുവിലെ നമ്മുടെ ശേഖരമാമയുടെ മോളെങ്ങനെയാ ഞാനിപ്പോഴല്ലേ കാണുന്നതും പരിചയപ്പെടുന്നൊക്കെ.
ആ ഒരു ടോൺ. ഇത്രയും നല്ല ശബ്ദമാണ് എന്റെ. പിന്നെ നല്ല ശബ്ദമല്ലേ, എന്താണ് അങ്ങനെ വെച്ച്? അല്ല, അതിലൊരു പ്രത്യേക ഒരു ബേസ് കുറച്ച് കൂട്ടിയാണ് ശരിക്കുന്നത്. അതിന്റെ കുറച്ചുണ്ട് അങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. ആ സീൻസിന്റെ അകത്ത് ഭയങ്കര രസമാണ്. ഏതാണ്? മോഹൻലാൽ. അത് ഗംഭീര സീനായിരുന്നു. അതിന്റെ വെച്ചിട്ട് ഞാൻ കുറെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗ് പലരും പറയുന്നതായിട്ടൊക്കെ വെച്ചിട്ട് കുറെ സാധനം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ ചെയ്താണ് ആ സാധനം. ഈ സിനിമാ താരങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പലരും ഇപ്പൊ നസീർ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ അത് കണ്ടിട്ട് വേറെ ജൂനിയർ ആയിട്ടുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളും അത് തന്നെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് പറയും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പക്ഷെ വളരെ യുണീക്കായിട്ട് തോന്നിയിട്ടുള്ളത് നസീർ മാണി സാറിനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് കേൾക്കാനാണ്. അത്തരം കുറച്ച് മാണി സാറിനെ ഇപ്പോഴാണ് ചെയ്തു തുടങ്ങി. ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഷേപ്പ് കറക്റ്റായിരുന്നു. ഞാൻ മുടിയൊക്കെ ചെയ്യുകയാണ് സാറിന് ഷേപ്പ് ജുബൊക്കെ ഇട്ടിട്ട്. അപ്പോ ഈ കഴിഞ്ഞ ബഡ്ജറ്റിലെല്ലാം മാണി സാറ് പാലായ്ക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഞാൻ എന്നതാ പാലായി കൊണ്ടുപോയി? നിങ്ങൾ പാലായി ഒന്ന് നോക്കി. ഇത്ര സുന്ദരമായൊരു സ്ഥലമുണ്ടോ? ഇത്ര സുന്ദരമായൊരു പ്രദേശമുണ്ടോ? ഞാൻ എന്നാ പാലായി കൊണ്ടുവന്നാ പറയുന്നത്? മീനച്ചിലാറ്റിൽ കൂടെ ഒരു കപ്പൽ കൊണ്ടുവന്ന് ആഗ്രഹിച്ചു. അത് തെറ്റാണ്. അവിടെ അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടാക്കുന്ന വെച്ചു. അത് തെറ്റാണ്. ഇപ്പോ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും മകലിരിയാണ്. അതിനും ഒരു പരിഹാരം കാണാനായിട്ട് ഞങ്ങളുടെ സർക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും അതിലെ നിധികളും പാലായി കൊണ്ട് സ്ഥാപിച്ച് അതിനൊരു തീരുമാനം ഞങ്ങൾ ഉണ്ടാക്കും. അതാണ്. പിന്നെ ഏത് രാഷ്ട്രീയ നേതാവിനെയാണ്? ഉമ്മൻചാണ്ടി സാറിനെ എല്ലാരും ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കൂട്ടി ചെയ്യുന്നു. പക്ഷെ അതൊന്നും അല്ലാണ്ട് അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈലുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ ഇന്റർവ്യൂവിനൊക്കെ കേട്ടിട്ട് കേൾക്കാത്ത പോലെ മനസ്സിലാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറ് തകർന്നാല് 3 ജില്ലകൾ വെള്ളത്തിലാകുമെന്നാണ് പറയുന്നത്. വെറും 3 MLA-മാരുടെ പിന്തുണയോടുകൂടിയാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. അവരെങ്ങാനും കാലം പറയും ഞങ്ങളുടെ 14 ജില്ലയും വെള്ളത്തിലാകും. അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. അതുപോലെ തന്നെ ഈ ജനാർദ്ദൻ ചേട്ടനെ എല്ലാവരും കളിയാക്കുന്നൊരു വോയിസ് ഉണ്ട്. ജനാർദ്ദൻ ചേട്ടന്റെ വളരെ നാച്ചുറലായ വോയിസ് ഉണ്ട്. ജനാർദ്ദൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്ന അത് 3 അല്ലെ? അതുണ്ട്. അത് ജനാർദ്ദൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ നോർമലി സംസാരിക്കുന്നത് നസീറെ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ വിളിച്ചായിരുന്നു. അപ്പോ ഡിസംബറിലെ 18ഉം 19ഉം ഡേറ്റ് വേണമെന്നാ പറഞ്ഞത്. അത് കമ്മിറ്റ് ചെയ്ത് ഫോൺ കട്ട് ചെയ്തപ്പോ ജോഷിയുടെ വിളി ഇതേ സെയിം ഡേറ്റ്. ഇല്ലെങ്കിൽ ഒറ്റയോടത്തിൽ വിളിക്കുകയില്ല. വിളിക്കുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് വിളിക്കുമോ? കഷ്ടകാലമെന്ന് പറയാൻ. ഇത് വളരെ ശരിയാണ്. ജനാർദ്ദൻ ചേട്ടൻ സംസാരിക്കുമ്പോൾ ഈ വോയിസ് ആണ്. സിനിമയിൽ വരുമ്പോ കുറച്ചുകൂടെ, സിനിമയിൽ പിന്നെ കുറച്ച് കോമഡി വേഷം ചെയ്യുമ്പോൾ വേറൊരു ശബ്ദമായിരിക്കും. അതെ, കുരുവിത്തടം വേവിച്ചതാണേ. ഇതാരാണാവോ? എന്നതാണാവോ പ്രശ്നം? വാട്ട് കൺഫ്യൂഷൻ? നോ കൺഫ്യൂഷൻ. സം സ്മോൾ ചേഞ്ചസ്. ഇത് എന്ന് തുടങ്ങി ഇങ്ങനെ മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യാനും മറ്റുള്ളവരുടെ ശബ്ദം എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് എന്നാണ് തുടങ്ങിയത്? 23 വർഷം അടുത്തായി ഇപ്പം മിമിക്രി വന്നിട്ട്. ശരിക്കും ഞാൻ ബേസിക് ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ഞാൻ ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത്. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 5 വർഷം ഡ്രോയിങ് സ്കൂളിലാണ് പഠിച്ചത്. പെയിന്റിംഗ് പഠിച്ചത്. അതിൽ നിന്ന് എന്താ പറയാ, ഈ തിയേറ്റർ അപ്പുറത്തിപ്പുറത്തുണ്ട്. ഞാൻ എപ്പോഴും പറയണേ, എന്റെ വീടിന് അപ്പുറത്തിപ്പുറത്ത് തിയേറ്റർ. അപ്പൊ എപ്പോഴും ഈ സംഭാഷണം കേൾക്കാം. അപ്പൊ ഒരു എന്താ പറയാ, ദിവസം 5 ഷോ 4 ഷോയുടെ സംഭാഷണങ്ങൾ അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ കേൾക്കാം. അപ്പൊ ഡയലോഗ് അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ ഡയലോഗിന് എനിക്ക് അങ്ങനെ ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. കാര്യം അവിടെ ആട്ടക്കലാശ സിനിമയൊക്കെ 50 ദിവസമൊക്കെയാണ് ഓടിയത്. ഓരോ പടങ്ങൾ 50-100 ദിവസമൊക്കെയാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഫ്രീ ആണ്, ഞങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആയതുകൊണ്ട് നമുക്ക് പോയി കാണാം. അപ്പൊ അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ മിമിക്രിയോട്. പിന്നെ ജയറാമേട്ടനൊക്കെ ചെയ്ത് കണ്ടു, അബീക്ക ചെയ്ത് കണ്ടു. ഞാൻ അവരുടെ മിമിക്രിയാണ് ശരിക്കും കണ്ടത്. ആലപ്പിയ ഷോക്കൊക്കെ ചെയ്യുന്നത് നമുക്കൊക്കെ പറയാനുണ്ട്. അവരുടെ മിമിക്രിയെ കണ്ട് ഞങ്ങൾ ഭയങ്കര അന്തം വിട്ടുണ്ടെന്ന് പറയാനുണ്ട്. പക്ഷെ എനിക്കത് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും ഇവരൊക്കെയാണ് ഇവിടുത്തെ സ്റ്റാർസ് ജയറാമേട്ടൻ. അപ്പൊ എനിക്ക് തോന്നിയ ഈ പറഞ്ഞാല് എന്താ പറയാ, ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് ചില അറേഞ്ച്മെന്റ്സും ഇല്ലാതെ ഒരു മൈക്രോഫോൺ മാത്രം വെച്ചിട്ട് ഒരുപാട് ഓഡിയൻസിനെ കുറെ നേരം നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റിയൊരു കല എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്. ഞാൻ ശ്രമിച്ചു നോക്കാന്ന് വെച്ച് അങ്ങനെ പ്രാക്ടീസ് എന്തൊരു ദൈവാനുഗ്രഹം കിട്ടി.
പിന്നെ അതങ്ങ് അല്ലേ, അത് എത്രയോ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിച്ചു. ഇനിയിപ്പോ സിനിമയിലാണ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ട് നല്ല അറിയപ്പെടുന്ന നടനായിട്ട് വരണം. വളരെ വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത്രയും ഒബ്സർവേഷൻ ഉള്ള ഒരാളായതുകൊണ്ട് പല രീതിയിലും സംസാരിക്കാൻ പറ്റും, പല ശബ്ദത്തിൽ ഡബ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നസീറിന് സാധിക്കും. പക്ഷേ എന്താ അറിയാം ശ്രദ്ധിക്കുക, നമ്മളെ ഇപ്പൊ ഈ വന്നൊരു ഇമേജ് എന്നൊരു സംഭവമുണ്ട്. ഇപ്പൊ മിമിക്രി എന്ന് വരുന്നത് കൊണ്ടല്ലേ, മിമിക്രി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വിളിക്കുന്ന റോളുകളെല്ലാം അതുപോലത്തെ ചില ഈ ഹ്യൂമർ ക്യാരക്ടർ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും. നമുക്കല്ലാണ്ട് സീരിയസ് ആയിട്ട് ചിലപ്പോൾ ഒരു വില്ലൻ ടൈപ്പ് വേഷം ചെയ്യണമെന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എന്റെ ഒരു ഫിസിക്കലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വാസം. പക്ഷെ അങ്ങനെ ഒരു വേഷം നമുക്ക് ചലഞ്ചായിട്ട് കിട്ടിയാലേ പറ്റുള്ളൂ. അത് വരും. അതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കെന്ന് പറയുന്നത് കിട്ടുന്ന വേഷങ്ങൾ ചെയ്യുക, നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളൊരു ഒരു പീരീഡാണ്. ഇത് കഴിയുമ്പോൾ നമുക്ക് പല സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനോടും പല സംവിധായകരോടും നമുക്ക് ഒരുപാട് അടുപ്പവും സ്നേഹവും സ്വാതന്ത്ര്യമൊക്കെ വരും. അപ്പൊ നമുക്ക് പറയാം, ഞാൻ മറ്റേ റോളൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു റോൾ ഇതാ, ഞാൻ ഒരു പ്രാവശ്യം ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വരും, അത് അതിന്റെ സമയം വരുമ്പോൾ അത് വന്നോളും. അപ്പൊ വന്നാൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നസീറിനെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കും. പല വൈവിധ്യമാർന്ന ശബ്ദങ്ങളിൽ ഡബ് ചെയ്യാനും പല രൂപത്തിൽ വരാനും ഒക്കെ സാധിക്കുന്ന ഒരാളായതുകൊണ്ട് ഒരുപാട് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് നസീറിന്റെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പോ എത്ര രൂപ സമ്മാനം കിട്ടിയെന്നുള്ളത് അറിയാമോ? 4000 അല്ലേ? 4000 രൂപയ്ക്കുള്ള സ്വർണ്ണ സമ്മാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. ഇനി 8000 രൂപയ്ക്കുള്ള ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത്. അങ്ങനെ വളരട്ടെ, നമുക്ക് പെട്ടെന്ന് പതിനാറാക്കാൻ പറ്റില്ല. അപ്പോ 8000 രൂപയ്ക്കുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം. പച്ചക്കുതിര, 8000 രൂപയ്ക്കുള്ള ഈ എപ്പിസോഡ് ഇവിടെ തീർന്നു. ഇനി 8000 രൂപയ്ക്കുള്ള ചോദ്യം കേൾക്കണമെങ്കിൽ ഒരു എപ്പിസോഡ് കൂടെ കാത്തിരിക്കണം. പ്രേക്ഷകരും അതുപോലെ കാത്തിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഇവിടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ നസീറും ഹസീനയും വരും. കൂടുതൽ തമാശകൾ കേൾക്കാം, നമുക്ക് കൂടുതൽ ആളുകളുടെ ഇമിറ്റേറ്റ് ചെയ്ത് വോയിസ് കേൾക്കാം, ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാം, കൂടുതൽ സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ ദിവസം നമുക്ക് തൽക്കാലം ഇവിടെ പറയാം. നസീർ, അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്ന് പച്ചക്കുതിര താൽക്കാലികമായി നമ്മളോട് യാത്ര പറയുകയാണ്.